ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് പേപ്പർ കപ്പ് വെച്ചൊരു ക്രിസ്മസ് ബെല്ലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബെൽസ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഇതേപോലെ പേപ്പർ കപ്പിൽ പെയിൻ്റ് അടിക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഇനി ഇത് ബോട്ടിലൊക്കെ അടിക്കുന്ന ക്യാമലിൻ്റെ ആ ഒരു കളറാണ്. ബോട്ടിലൊക്കെയാണ് കൂടുതൽ അടിക്കുന്നത്, എനിക്കെങ്ങനെയാണ് അറിയാമെന്നുള്ളത്. നമുക്കിതെല്ലാം അടിച്ചെടുക്കാം. അപ്പം ഞാൻ എന്താ അടിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു കോട്ടിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. ഞാനിവിടെ ഒരു കോട്ടാണ് അടിച്ചത്. നിങ്ങൾക്ക് എത്ര കോട്ട് വേണമെങ്കിലും അടിക്കാം കേട്ടോ. അപ്പം ഇനി ഇത് ഉണങ്ങി വരുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ലുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രഷ് വെച്ച് അടിക്കാം. നിങ്ങൾക്ക് സ്പോഞ്ച് വെച്ചോ എന്തെങ്കിലും വെച്ചോ അടിക്കാം. അപ്പം ഞാൻ ഇത് അടിച്ച് നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു അറ്റ ഭാഗം, എൻ്റെ ആ ലാസ്റ്റ് പോർഷനിലെല്ലാം പേപ്പർ കപ്പിലും കാണുമല്ലോ, അത് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എന്താ മുറിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് കീറിപ്പോയി. അപ്പോൾ നമുക്കിനി ഇതിൽ വയ്ക്കാനായിട്ടൊരു റിബൺ അല്ല ഒരു ബോ അത് ശരിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഇതേപോലൊരു ലേസ് വേണം. ഇത് 10-20 രൂപയ്ക്ക് ആവൂ. ഞാനിനി ബോ ഉണ്ടാക്കാനൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഇത് അറിയാമെന്നുള്ളതായിരിക്കും. ഇനി നമുക്ക് ഒന്നും കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ 2 ചെയ്തോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേപ്പർ കപ്പിൽ ഗ്ലിറ്റർ ഇട്ട് എടുക്കണം. അതിനായിട്ട് നമുക്കൊരു പശ റെഡിയാക്കാനുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഫെവിക്കോളോ വൈറ്റ് ഗ്ലൂവോ ഏതാണെങ്കിലും എടുക്കാം. ഞാനിവിടെ വൈറ്റ് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അത് പേപ്പർ കപ്പിൽ ആവശ്യത്തിനുള്ള വൈറ്റ് ഗ്ലൂവും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് ഞാൻ എന്താ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്ലിറ്റർ ഇട്ട് എടുക്കണം. ഗ്ലിറ്റർ ഇട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ആ ഒരു കളറിൽ തന്നെ ഗ്ലിറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ആ ഗ്ലിറ്റർ നമുക്കിതിലിടാം. അതിനായിട്ട് ഞാൻ എന്താ പശ തേച്ച് ഗ്ലിറ്റർ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഗ്ലിറ്റർ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച ആ ബോയ് ഒന്ന് ഇതിലോട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഞാനത് ഗ്ലൂഗൺ വെച്ചാണ് ഇട്ട് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്കിത് ബോയ് ഒന്ന് ഒട്ടിക്കാം. നടുക്ക് ഞാനൊരു സ്റ്റോണും കൂടി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സ്റ്റോണിന് പകരമായിട്ട് തെർമാക്കോൾ ബോളോ വേറെ എന്തെങ്കിലും സ്റ്റോൺ ഉണ്ടെങ്കിലോ അതൊക്കെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു നൂല് വേണം, ഒരു ത്രെഡ്. നിങ്ങൾക്ക് ഏത് ത്രെഡാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ത്രെഡ് എടുക്കാവുന്നതാണ്. ഇത് ചെറുതും വലുതുമായിട്ട് രീതിയിൽ വേണം എടുക്കേണ്ടത്. ഒന്ന് ചെറുതായിട്ടുള്ളതും ഒന്ന് വലുതായിട്ടും എടുക്കണം. അതേപോലെ ഞാൻ എന്താ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അറ്റത്ത് കെട്ടാനായിട്ട് ഈർക്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വേണം. ഞാനിവിടെ എടുക്കുന്നത് തീപ്പട്ടിയുടെ ആ ഒരു സംഭവമാട്ടോ എടുക്കുന്നത്. ആ ഒരു തടിയില്ലേ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ പേപ്പർ കപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അതിലോട്ടൊരു ഓട്ടയിട്ട് അതേ നമ്മൾ കാണിച്ചതുപോലെ ഒന്ന് കോർത്തെടുക്കാനുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അറ്റ ഭാഗം ഇതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ടൊന്ന് വലിച്ചെടുത്താൽ മതി, അത് കോർത്ത് വരും. ഇനി നമുക്ക് അവസാനം ആ 2 പേപ്പർ കപ്പ് ഞാൻ കോർത്തെടുത്തത് 2 കൂടി ഇതേപോലെ ഒന്ന് കെട്ടിയിടണം. അപ്പം നമ്മുടെ ബെൽസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. അപ്പോൾ